അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് റവ വെച്ചിട്ടൊരു വട ഉണ്ടാക്കിയെടുത്താലോ? നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് വലിയ ഉള്ളിൻ്റെ ഒരു പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തതും, ഒരു പച്ചമുളകും, കുറച്ച് കറിവേപ്പിലും, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വന്ന സമയത്ത് 1 ഗ്ലാസ് റവയാണ് കേട്ടോ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് റവയ്ക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ റവ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ റവ വെന്ത് വരുന്നുണ്ട് കേട്ടോ. റവ നന്നായിട്ട് വെന്ത് വരുന്നാൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചൂടോടെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശെ ഇങ്ങനെ കുഴച്ചെടുക്കുക കേട്ടോ. കയ്യിൽ ഒട്ടി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ആക്കി കൊടുക്കുക കേട്ടോ. ഓയിലും കൂടെ കയ്യിലാക്കി കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ കയ്യിലൊന്നും അധികം ഒട്ടി പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ അങ്ങനെ നന്നായിട്ട് കുഴച്ചെടുത്ത് ഒരു ബോളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക. എന്നിട്ട് നടുവിലൊരു ഹോളാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ വടൻ്റെ ഷേപ്പിൽ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തം എനിക്കൊരു 9 എണ്ണമാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. 1 ഗ്ലാസ് റവ വെച്ചിട്ട് ഞാൻ 9 എണ്ണമാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ. ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ഓയിലേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഓരോന്ന് ചുട്ടെടുക്കാനേ കഴിയുള്ളൂ. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് 3 4 ഒപ്പിട്ടിട്ട് അങ്ങനെ പൊരിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ ഓരോന്നായിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഓരോന്നായി ചെറിയ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതൊന്ന് പൊരിച്ചെടുക്കാൻ കേട്ടോ. ഈ വട എന്ന് പറയുന്നത് അതിൻ്റെ മുകൾ ഭാഗം നല്ല ക്രിസ്പിയും അതിൻ്റെ അകത്ത് നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ അതങ്ങനെ ഈ ഒരു കളറാകുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അതങ്ങനെ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു തേങ്ങാ ചട്നിയും കൂടെ ഉണ്ടാക്കിയെടുക്കണം. ഇവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മളെ വീട്ടിലുണ്ടായതാണ് കേട്ടോ. അതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് നരച്ചെടുക്കുക. എന്നിട്ടൊരു ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കടുകും ഇട്ടുകൊടുക്കുക. അതുപോലെ തന്നെ കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇട്ടുകൊടുക്കുക. അതൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ച തേങ്ങ കൂടെ അതിക്കൊന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് തന്നെ നമുക്ക് തീയോട്ട് ഓഫാക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ തേങ്ങാ ചട്നി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണ് കേട്ടത്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്താണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.